എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് റെസ്പെക്ട് ദ ഇൻ്റലിജൻറ്റ് എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, നമുക്ക് ചുറ്റും ബുദ്ധിയുള്ള അറിവുള്ള ആളുകൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുക, അവർക്ക് വേണ്ട ബഹുമാനം കൊടുക്കുക, വേണ്ട സ്ഥാനം കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല, നമുക്കും അവരിൽ നിന്നും പല കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ നമ്മുടെ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും ഇങ്ങനെയുള്ള പല മേഖലകളിലും അറിവുള്ള ആളുകളുടെ സഹായം തീർച്ചയായിട്ടും നമുക്ക് കൂടിയേ തീരും. പക്ഷെ പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു പ്രസ്ഥാനത്തിൻ്റെ ഒരു നേതാവായി കഴിയുമ്പോൾ പല ആളുകളും തെറ്റായി ധരിച്ചു വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: എനിക്കാണ് ഏറ്റവും കഴിവുള്ളത്, അതുകൊണ്ട് ഞാൻ പറയുന്നത് മറ്റെല്ലാവരും കേൾക്കണം, ഞാൻ തെറ്റായിട്ട് ചെയ്താലും അത് എല്ലാവരും അങ്ങ് ചെയ്തോണം എന്നുള്ള ഒരു തെറ്റിദ്ധാരണയാണ്. പക്ഷെ അങ്ങനെ ഒരു നേതാവ് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ പ്രസ്ഥാനം ഒന്നുമില്ലാതെ ആകാനുള്ള ഒരു അവസരമാണ് നമ്മളവിടെ ഒരുക്കി കൊടുക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒരു നേതാവുള്ള രീതിയിൽ നമ്മൾക്ക് ചുറ്റുമുള്ള ആളുകളെ നമുക്ക് നയിക്കേണ്ട ഒരു കഴിവ് വേണം. പക്ഷേ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് അറിവുണ്ടാകണമെന്ന് നിർബന്ധമില്ല. അപ്പം അതിനുവേണ്ടി തീർച്ചയായിട്ടും നമുക്ക് പരസഹായം തേടാം. സഹായം തേടാമെന്ന് മാത്രമല്ല, നമ്മുടെ കൂടെ ശരിക്കും ഇതുപോലെ അറിവുള്ള ആളുകൾ തീർച്ചയായിട്ടും വേണം. പണ്ടത്തെ കാലത്ത് രാജാക്കന്മാർ ഭരിച്ചിരുന്നതും പലപ്പോഴും അറിവുള്ള മന്ത്രിമാർ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ്, അല്ലാതെ രാജാവിൻ്റെ ഒറ്റ ആളുടെ കഴിവ് കൊണ്ട് മാത്രമായിരുന്നില്ല. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ കൂടെ നിർത്തുമ്പോൾ നമുക്കും അവരിൽ നിന്നും പല കാര്യങ്ങളും പഠിക്കാൻ സാധിക്കും. അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണം പറയാനുള്ളത് ചാണക്യൻ്റെ ജീവിതം തന്നെയാണ്. അപ്പോൾ ചാണക്യനെ അദ്ദേഹം ജീവിച്ച് മരിച്ചു പോയതിനു ശേഷം എത്രയോ വർഷം കഴിഞ്ഞിട്ടും പല ആളുകളും ചാണക്യനെ വിശേഷിപ്പിക്കുന്നത് ബുദ്ധി രാക്ഷസനാണെന്നൊക്കെയാണ്. പക്ഷെ ചാണക്യൻ ശരിക്കും പറഞ്ഞാൽ നമ്മളെയൊക്കെ പോലെ തന്നെ സാധാരണ ഒരു കുടുംബത്തിൽ ജനിച്ചൊരു വ്യക്തിയാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്തായിരുന്നു വെച്ചാൽ, അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് അറിവുള്ള പല ആളുകളെ സമീപിക്കുകയും അവരിൽ നിന്നും പല കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കി പഠിച്ച് അതിന് മുകളിൽ അദ്ദേഹം ഗവേഷണം ചെയ്ത് പല കാര്യങ്ങളും കണ്ടെത്തി എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ ചാണക്യൻ പുതിയതായിട്ട് കണ്ടുപിടിച്ചതൊന്നും അല്ല. അർത്ഥശാസ്ത്രം എന്ന് പറയുന്നത് അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്തും അതിനു മുമ്പും ഉണ്ടായിരുന്ന പല ആളുകളിൽ നിന്നും പല കാര്യങ്ങൾ മനസ്സിലാക്കി അതിൽ നിന്നും ഉണ്ടാക്കിയെടുത്തതാണ് അർത്ഥശാസ്ത്രം. എന്ന് പറഞ്ഞ പോലെ നമുക്കും തീർച്ചയായിട്ടും ആ ഒരു അവസ്ഥയിലേക്ക് എത്താൻ സാധിക്കും. പക്ഷെ നമുക്ക് ചുറ്റുമുള്ള ആളുകൾ, അറിവുള്ള ആളുകളുടെ പറയുന്ന അറിവുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അത് ശ്രദ്ധിക്കുകയും വേണം. അതേപോലെ തന്നെ അതിൽ നിന്നും എന്തെങ്കിലും കാര്യങ്ങൾ പഠിച്ച് തീർച്ചയായിട്ടും നമ്മുടെ ഒരു ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമുക്കത് എങ്ങനെ മാറ്റിയെടുക്കാം, അല്ലെങ്കിൽ എന്ത് മെസ്സേജ് നമുക്ക് അതിൽ നിന്ന് എടുക്കാം എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്കും ചാണക്യൻ മാത്രമല്ല, ചാണക്യൻ അപ്പുറത്തേക്ക് നമുക്ക് തീർച്ചയായിട്ടും എത്താനായിട്ട് നമ്മളിൽ ഓരോരുത്തർക്കും സാധിക്കും. അങ്ങനെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.